ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്ട്രൈക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ എന്നെ സംബന്ധിച്ച് സ്ട്രൈക്ക് ഒക്കെ പറയുന്നത് ഭയങ്കര വേസ്റ്റ് സ്പേസ് ഇൻ എനി ഇൻഡസ്ട്രി. പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ കണ്ടെത്തുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഡെഡാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ആകെ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനമ്മനെ നോക്കുന്നത് ഈ ജോലി ചെയ്തിട്ടാണ്. അതില്ലാന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ആ ലൈഫിൽ അങ്ങനത്തെ ഒരു പ്രവണത ഒരു ഇൻഡസ്ട്രിയും കേരളത്തിൽ എവിടെ ഉണ്ടാകും. സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഇൻട്രസ്റ്റിംഗ് മോഡലായിരുന്നു. ദീസ് ഡേയ്സ് ഇറ്റ് ഇസ് നോട്ട് ഫെയർ ഓൾസോ. ബിക്കോസ് നമുക്ക് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് വേറെ ആരും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എത്രയോ കുടുംബങ്ങൾ ഇതിൽ ജീവിച്ചു പോകുന്നുണ്ട്. അതും താരങ്ങളുടെ അവിടെ ഇരിക്കട്ടെ, അത് വളരെ ഡെയിലി വേജസ് ബാറ്റ മേടിച്ച് ജീവിക്കുന്ന ഒരുപാട് വലിയ കമ്പനി. ഒരു പടം ചെയ്യുമ്പോൾ എൻ്റെ ലൊക്കേഷനിൽ മാർക്കൂലി പീക്ക് ഓഫ് ദ ഷൂട്ട് 342 ആൾക്കാരുണ്ടായിരുന്നു. 1 ഡേ ജൂനിയർ ആർട്ടിസ്റ്റും എല്ലാവരും. അവരെ എൻ്റെ സിനിമ വിജയിക്കുന്നത് പ്രാർത്ഥിച്ചിട്ടുണ്ട് മാർക്ക്. ബിക്കോസ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോൾ ടെൻഷൻ അടിച്ച് ബഡ്ജറ്റ് കൊടുക്കുന്നത് ടെൻഷനുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സർട്ടിഫൈഡ് ആണ് എന്തെന്ന് പറയുമ്പോൾ സ്ട്രെസ്സായി. ഈ സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസം ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ സിനിമ ഇങ്ങനത്തെ ഓരോ സിനിമകൾ തുടങ്ങുമ്പോഴേ, എസ്പെഷ്യലി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഡ്രൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവർക്കൊക്കെ സ്ട്രെസ്സാണ്. അത് കംപ്ലീറ്റ്ലി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിൽ എനിക്ക് യോജിപ്പുണ്ട്. അത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ഹാവിങ് സെഡ് ദാറ്റ്, സിനിമകൾ വന്നുകൊണ്ടിരിക്കണം, നല്ല സിനിമകൾ തന്നെ വരണം. അതിന് വേണ്ടിയിട്ടുള്ള പൈസ വേണ്ടിയൊന്നും നോക്കണം. അത് വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ അതൊക്കെ. അപ്പോൾ സജീവിനെ ഗൺ പോയിന്റ് വെച്ചിട്ടല്ല പൈസ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത്. ഒരു മെച്യോർഡ് വ്യക്തിയുടെ മെച്യോർഡ് തീരുമാനമാണ്. പിന്നെ ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവം ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അതിന് റെഡിയായിട്ട് വരണം എന്നാണ്. ഈ ആരെങ്കിലും നിങ്ങളോട് പറയുന്നത് 100 രൂപ മുടക്കാൻ 100 രൂപ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു റോങ്ങാണ്. 20 rupees ഈസ് ഓൾവേസ് എ റിസ്ക്. ബട്ട് നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യമാണ് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ കിട്ടിയേക്കുന്നതെന്ന് കാണിച്ചു. പഠിച്ചപ്പോൾ ഫെയിൽ ആവുന്ന റിസ്ക് ഉണ്ടാവും, ജോലിക്ക് പോകുമ്പോൾ പെർഫോമൻസിൻ്റെ റിസ്ക് ഉണ്ടാവും. ഗോ എനിവേർ ഇൻ ദ ടോപ്പ് സെക്ഷൻ, ബിസിനസ് ലെവലിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇറ്റ്സ് എ ചോയ്സ്. റിസ്ക് എടുത്താലേ ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ കാര്യം.